ഒരു ഞായറാഴ്ച ആയിട്ട് ഒഴിവില്ല. എന്തോ ഒരു സ്കോളർഷിപ്പിന്റെ എക്സാം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ എക്സാം ഡ്യൂട്ടിക്ക് വന്നതാ. രാവിലെ ഹോസ്റ്റലിൽ വെള്ളം തീർന്ന്, ഇപ്പതാ കണ്ടോ ഫുഡും തീർന്ന്. ഇനി ഈ ഫുഡ് കിട്ടിയത് കഴിച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറാൻ. ഓൾറെഡി ലേറ്റ്, പിന്നെയും ലേറ്റ്. വെള്ളം നിറയ്ക്കാൻ പോയിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അവളെ പ്ലേറ്റുകൾ വാങ്ങും കണ്ടോ. ഭക്ഷണത്തിനായിട്ട് കാത്തു നിൽക്കുന്ന രശ്മി. അവളെ കണ്ണൊക്കെ എന്തോ ആയിട്ടുണ്ടെന്നാ പറഞ്ഞ. എന്തായതാ കണ്ണ്? രാത്രി ഉറങ്ങാഞ്ഞിട്ടാന്നൊക്കെ. ഞങ്ങളുടെ മെസ്സല്ല കേട്ടോ, ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് ഞങ്ങളെ സോമണ്ണ ചോദിക്കുക എന്താ ഫുഡ് കിട്ടാത്തതെന്ന്. ദോശ കിട്ടി ഗൈസ്, ദോശ കിട്ടി. കാണുന്ന കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ വന്നവരാ തോന്നുന്നു. സാറ് പ്ലീസ് സാറാ. ചായ കഴിഞ്ഞ് ചായ ചായ വാല്യുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അവളെ കണ്ണിലെന്തോ പോയി, കരടാ തോന്നുന്നു. ഹേമപ്രിയ മാമിന്റെ ഡ്രസ്സ് ഇഷ്ടമായി. ഇതാണ് ആ ഡ്രസ്സ്, ഇന്ദ്രന്ന് വാങ്ങിയതാ പോലും. കഴിഞ്ഞ ഗൈസ് അങ്ങനെ ഓക്കെ. എവിടെയാ പോവാണ്ടെന്ന്? എവിടെയോ അല്ല, എന്തോ കുട്ടികളെ പൈസയൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് തിരിച്ചു കൊടുക്കാൻ പോകും. കുറ്റബോധം തോന്നിയിട്ട് തിരിച്ചു കൊടുക്കാൻ പോവാന്ന്. അപ്പം ഓൾ തന്നെ പറഞ്ഞിട്ട് 100 രൂപയൊക്കെ എനിക്ക് തരുന്നുണ്ടെന്ന് തോന്നും, പക്ഷെ ഇല്ല. എന്താ ഓൾ എനിക്ക് നിലത്തുനിന്ന് എടുത്തൊക്കെ തന്ന്. ബൈ. ഈ കുപ്പിയും കൂടെ ഞാൻ പിടിക്കണം പോലും. എന്ത് ദുഷ്ടയല്ലേ അവള്. ബൈ. തേർഡ് ഫ്ലോറാ. അങ്ങ് എത്തണ്ടേ റൂമിലോട്ട്. സ്കൂള് കാണണോ നമ്മളെ ഫ്ലോറിൽ നിന്ന്? എല്ലാവരും പോയി. ഹോസ്റ്റൽ ഇത് ഞങ്ങളെ റൂമാകെ രാവിലെ എണീറ്റ് പോയതിൻ്റെ ഒരു അലങ്കോലത്തിലാണ്. എല്ലാം കൊണ്ടുവന്ന് റൂമിലിട്ടു. ഇതിലടച്ച് ഒന്ന് വിശ്രമിക്കണം. ഞാൻ കുറച്ച് തീറ്റ കൊടുത്തേ ഷുട്ടുവിന്. ഞാനിപ്പോൾ ഇവിടെ ഷുട്ടുമണി എന്നാണ് വിളിക്കല്. ഇത് നമ്മുടെ പ്രിൻസിപ്പളുടെ മോനില്ലേ ദർശ് നാട്ടിൽ പോയപ്പോൾ തന്നിട്ട് പോയതാ. അപ്പോൾ ഷുട്ടുമണീൻ്റെ തീറ്റ കൊടുത്തു. എന്നിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ സ്റ്റൈലാക്കുന്നുണ്ട്. എൻ്റെ ബെഡിൻ്റെ അടുക്കുണ്ട് കേട്ടോ. നേരത്തെ ആ ബെഡിൻ്റെ അടുത്തില്ലേ കോമഡി ആയിട്ട് ഫേക്ക് പറഞ്ഞിടും ഞാൻ. അത് നേരത്തെ വന്നപ്പോ രാവിലെ ഇട്ടിട്ട് പോയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയോയിലും. പാട്ട് കൊണ്ട് കേൾക്കാത്താണ്. ഏത് പാട്ടാ കണ്ടേ? ഒരെണ്ണം കയറിയുണ്ടോ? സ്റ്റോറി ഇട്ട് ഗൈസ്. അതിലെ പാട്ടൊക്കെ ഇഷ്ടമാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാ. ഇപ്പം റിയാക്ഷൻ കാണാൻ. വാർത്ത, യുദ്ധവാർത്ത.
പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞു. അവർക്ക് ചില സുഹൃത്തുക്കൾ വഴി ജെഫ്രി എഫ്സ്റ്റീൻ എന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറെ പരിചയമുണ്ടായിരുന്നു. or just a Malayali as well. I was asked you to represent yourself. And number two, കേക്കണോ നിങ്ങക്ക്? ഒന്നുകൂടെ തള്ളുവോ? ഒന്നുകൂടെ തള്ളുവോ പ്ലീസ്? കൈൻഡ് ബി കൈൻഡ് ആയിരിക്കും അല്ലേ? ഈ വർഷത്തെ അവളെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബി കൈൻഡ് ആണെന്ന്. സ്റ്റഡി അവേഴ്സ് നടക്കുക, കുട്ടികൾ പഠിക്കുക. ഇന്ന് ആരെങ്കിലും കാണുന്ന പേടിച്ചിട്ടേക്കും. കപ്പ എവിടാ? ആണെങ്കിൽ ഉറക്കം വരികയില്ല. കുറച്ച് ദിവസം സമാധാനം ഉണ്ടായി. രൂപ പറ്റുണ്ട്. കുറച്ചുകൂടെ വെള്ളമായിട്ട് ഞാൻ ചോറിന്റെ ഉള്ള പോലെ ഉണ്ടാവും. എന്റെ കയ്യും ഇങ്ങനെ അതല്ല, ഇതിങ്ങനെ വെച്ച്. അപ്പൊ എങ്ങനെ ഉണ്ടാവും ഞാൻ? അങ്ങ് വാ, ഞാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. ഞങ്ങൾ ഇങ്ങനെ ഒട്ടി നിൽക്കണം. പാടില്ല. ഈ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ അതിൽ ആരെങ്കിലും ഒരാൾ ഓവർ ആക്ഷൻ ഉണ്ടാവേ. ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ അതിൽ ഞാനായിരിക്കും. ഞാൻ പണ്ട് ചില വീഡിയോസ് കാണുമ്പോൾ ഇവർ എന്ത് ഓവറാണൊക്കെ, അതേപോലെ ചേച്ചിയുടെ കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, ഓവറാണോ അല്ലേ എന്നുള്ളത്. ചേച്ചിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ എല്ലാ വീഡിയോയിലും അവളെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. പ്രൊഫൈൽ അല്ലാത്ത അവളെ ഒന്ന് കൂടുതൽ കാണാൻ കേൾക്കുന്നുണ്ടോ? ഒരു ചായ കുടിക്കാൻ വന്നിട്ട് അവളെ തള്ളാം. നാളെ മുതൽ സ്റ്റഡി അവേഴ്സിന് എല്ലാ ദിവസവും പോയി സഹായിക്കുന്നതാണ് ഓളെ പുതിയ എന്താ പറയുക, പുതിയ റെസൊല്യൂഷൻ. ഞാൻ അത് വിചാരിച്ചതാ, നോമ്പ് കഴിയുന്നവരെ നിൽക്കണം. പോയോ? ഇന്നിപ്പോ നോമ്പ് കഴിയാനായി, അയാൾ വരാനായി. വലിയ മനസ്സാ, കൈൻഡ് ഹാർട്ടഡ്. ഓക്കെ, ഐസ്ക്രീം വേണം, ജ്യൂസ് വേണം. എന്നോട് മിണ്ടാതിരിക്കാൻ. പിന്നെ ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കൂലേ? ഞാൻ എൻ്റെ മൂക്ക് ശരിയാക്കാൻ പോവാ. ഓളോളെ മൂക്ക് ശരിയാക്കാൻ പോവാ. അത് വീഡിയോയിൽ വരും, കുഴപ്പമില്ലല്ലോ. മൂക്ക് എന്തെന്നറിയോ, ഇങ്ങനെ ആരോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ച പോലെ ഉണ്ട്. അങ്ങനെയല്ല, തമാശക്ക് വിനത്ത മാമും പറയാനുണ്ട്. എല്ലാം ഓക്കെ, ആ മൂക്കൊള്ള ശരിയായിട്ട് എന്ത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കും തോന്നില്ല. പണ്ട് അരവിന്ദും പറയായിരുന്നു പോലെ. ഒന്ന് ആലോചിക്കുന്ന കുറച്ചുകൂടെ നീളമുണ്ട്, നല്ല വൃത്തിയോടായിരിക്കും മരം കുത്തിന്റെ. അങ്ങനെയല്ല, ഇത് കറക്റ്റ് അല്ലേ? ഞാൻ തിരികെ നോക്ക് ഇങ്ങനെ ഒട്ടി. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും, നല്ല വൃത്തിയോടായിരിക്കും. എന്റെ കുറച്ച് കൂടുതലാണ്, ഇവിടെ കുറച്ച് തള്ളു കൂടുതലാണ്. എന്റെ ചേച്ചിക്ക് ഇതുപോലത്തെ കൂട്ടാം. അവളെ മൂക്ക് നല്ലതാണെന്ന് കമന്റ് ഇടണേ. വാങ്ങി പൈസ വേസ്റ്റ് ആക്കുന്നതാ ഗൈസ്. ഇതൊക്കെ ഒക്കെ കുടിക്കാനാ, ഞാൻ ഇതൊന്നും കുടിക്കല്ല. ആ പെപ്സി ആർക്കാ? ഞങ്ങള് സായിബാബേന്റെ അടുത്ത് ഇരിക്കാൻ പോകും. ഓള് സായിബാബൻ നല്ല സ്നേഹത്തിലാണ്. പിന്നെ ഇവരൊക്കെ മടി ഉണ്ടായിരുന്ന ഞാൻ അവിടെ ഇരുന്നേനെ, പക്ഷെ മടിയില്ല. അതുകൊണ്ട് തൽക്കാലം സായിബാബേന്റെ അടുത്തിരിക്കാന്ന് വെച്ചു. പക്ഷെ ഇത് നൈസാ അല്ലേ? ഇവിടെ സായിബാബ, അപ്പുറത്തേക്ക് വരാം. വല്ലതും കാണുന്നുണ്ടോ? അതാരാ വരുന്നേ? ഇതെപ്പോഴും ഞാൻ തുറന്നു കൊടുക്കണം, ഓക്ക് അറിയില്ല തുറക്കാൻ. ചീറ്റി എന്റെ ഡ്രസ്സിലാവും ആയിക്കോട്ടെ, എന്റെ ഡ്രസ്സിലാണ്ടെന്നല്ലേ.
അശോക് സാറ് ഇന്ന് എന്തിനാ പറഞ്ഞതായിരിക്കും, ഇങ്ങനെ മീറ്റിംഗ് പറഞ്ഞു ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വിഷമമാവാതിരിക്കാൻ ഇന്ന് പറഞ്ഞായിരിക്കും.